ജപ്പാനിലെ ദ്വീപുകളിൽ സുനാമി ഉണ്ടായതായി കാലാവസ്ഥാ ഏജൻസി. ചൊവ്വാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലെ ജനവാസമില്ലാത്ത ദ്വീപിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നാണ് ജപ്പാനിൽ ചെറിയ സുനാമി ഉണ്ടായതെന്ന് വിവരം. ഭൂകമ്പത്തിന് 40 മിനിറ്റിനു ശേഷം 50 സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിര ഇസു ദ്വീപുകളിലൊന്നായ ഹച്ചിജോജിമി ദ്വീപിൽ പ്രവേശിച്ചു എന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിക്കുന്നത്. മറ്റ് 3 ദ്വീപുകളായ കൊസുഷിമ, മിയാക്കേജിമ, ഇസു ഒഷീമ എന്നിവിടങ്ങളിൽ ചെറിയ സുനാമികൾ കണ്ടെത്തിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. എന്നാൽ സുനാമിയോ ഭൂകമ്പമോ മൂലം ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഒസു ഒഗാസവാര ദ്വീപുകളിൽ ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ ഇനിയും സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് പിൻവലിച്ചു. അഗ്നിപർവ്വതമായ തൊരിഷിമ ദ്വീപിന് 100 കിലോമീറ്റർ വടക്കാണ് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഹച്ചിജോജിമയിൽ രേഖപ്പെടുത്തിയ സുനാമിക്ക് പുറമെ 20 സെന്റിമീറ്റർ തിരമാല കോസു ദ്വീപിലെ കോസു തുറമുഖത്തിൽ കൂടാതെ മിയാക്ക ദ്വീപിലെ സുബോട്ടിയിലും അക്കോയിലും ഒക്കാഡയിലും 10 സെന്റിമീറ്റർ ഉയരത്തിലും തിരമാലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒസു ഗ്രൂപ്പിലെ ദ്വീപുകളിൽ ഏകദേശം 21,500 പേരും ഒഗാസവാര ദ്വീപുകളിൽ 2,500 പേരും താമസിക്കുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പസഫിക് സമുദ്രത്തിലെ ഭൂകമ്പ പിഴകളുടെ ഒരു നിരയായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പം സുനാമിയുമുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഈ വർഷം ജനുവരിയിൽ ജപ്പാനിലെ സൂസു, വാജിമ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 300-ലധികം പേർ മരിച്ചിരുന്നു. അതിനിടെ ശനിയാഴ്ച സെൻട്രൽ ജപ്പാനിലെ നോട്ടോ മേഖലയിൽ റെക്കോർഡ് അളവിലുള്ള മഴയാണ് പെയ്തത്. മഴക്കെടുതിയിൽ ഒരാൾ മരിക്കുകയും 7-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.